ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവ്. മാർത്തോമ നസ്രാണികളുടെ ആരാധനാക്രമപരമായ പാരമ്പര്യത്തെയും അതിൻ്റെ പൈതൃകത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങളെയും വിവിധ മാർപ്പാപ്പമാരുടെ തീക്ഷ്ണമായ ഇടപെടലിനെ കുറിച്ചുമാണല്ലോ അഭിമന്യ പിതാവ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി, അനസ്യൂതമായ ആഗ്രഹങ്ങളുടെ ഫലമായി 1923 സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമാവുകയാണ്. ഒരു സഭയുടെ വളർച്ചയിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഈ ഹൈറാർക്കി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ആ ഹൈറാർക്കി സ്ഥാപിതമാകുമ്പോൾ ആ സഭയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, വളർച്ചകൾ എന്തൊക്കെയാണെന്ന് പിതാവ് ഒന്ന് വിശദമാക്കാം. നമുക്ക് സിറോ മലബാർ സഭയുടെ ഹൈറാർക്കി നമ്മുടെ വികാരി അപ്പസ്തോലിക്കന്മാർ, പ്രത്യേകിച്ച് നാട്ടുപത്രന്മാർ വികാരി അപ്പസ്തോലിക്കന്മാരായപ്പോൾ അവർ വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇത് ഹൈറാർക്കിയായിട്ട് രൂപീകരിക്കപ്പെടണം എന്നുള്ളത്. അതിനുവേണ്ടി അന്നുണ്ടായിരുന്ന ഈ 3 വികാരിയത്തുകളിലെയും വികാരി അപ്പസ്തോലിക്കന്മാരെ, അതുപോലെ തന്നെ വൈദികരെ, ഇവരൊക്കെ മാർപ്പാപ്പയോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ അപ്പസ്തോലിക ഡെലഗേറ്റിനോടും ആവശ്യപ്പെടുകയുണ്ടായി, ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അങ്ങനെയാണ് 1923 മെയ് 20 ഹൈറാർക്കി സ്ഥാപിതമാകുന്നത്. അന്നും 4 വികാരിയത്തുകളുണ്ട്. ഇതിനിടയ്ക്ക് 1911 പുതിയൊരു വികാരിയത്ത് രൂപീകൃതമായി. അതാണ് കോട്ടയം വികാരിയത്ത്. 1796 പിന്നെ 3 വികാരിയത്തുകൾ ആയിട്ട് രൂപീകരിക്കപ്പെട്ടു. എറണാകുളം 3ാമത്തേതായിട്ട് വന്നു. പിന്നെ തൃശ്ശൂർ, ചങ്ങനാശ്ശേരിയിലേക്ക് അവസാനം മാറ്റിയതുകൊണ്ട് കോട്ടയം വികാരിയത്ത് ചങ്ങനാശ്ശേരി എന്ന പേര് അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ പിന്നീട് 1911 മറ്റൊരു വികാരിയത്ത് രൂപീകരിക്കപ്പെട്ടു. അത് ചങ്ങനാശ്ശേരിയിൽ ഉൾപ്പെട്ടിരുന്ന ഈ ക്നാനായ സമുദായത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ക്നാനായ വിഭാഗത്തിൽപ്പെട്ട, ചരിത്രത്തിൽ തെക്കും ഭാഗം എന്നറിയപ്പെട്ടിരുന്ന ആ സുറിയാനി കത്തോലിക്കരെ മാത്രം ഉദ്ദേശിച്ച് ഒരു വികാരിയത്തും സ്ഥാപിതമായി. അങ്ങനെ 1911 അങ്ങനെ ഈ 4 വികാരിയത്തുകളുണ്ടെന്ന്. ഈ 4 വികാരിയത്തുകളെ രൂപതാ പദവിയിലേക്ക് ഉയർത്തി. വികാരിയത്തുകൾ എന്നുള്ള ആ പദവി മാറിയിട്ട് രൂപതാ പദവി ഈ 4നും നൽകുകയാണ്. അതുപോലെ തന്നെ വികാരി അപ്പസ്തോലിക്ക എന്നുള്ള ആ ടൈറ്റിൽ മാറി രൂപതാ മെത്രാന്മാരായി മാറുകയായി ചെയ്യുന്നത്. പുറമെ പറയുമ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഹൈറാർക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് 2 അർത്ഥങ്ങളുണ്ട്. 2 രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് അതിന് തിരുപ്പട്ടമനുസരിച്ചുള്ള ഒരു അധികാരമാണ്. സഭയുടെ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ 3 വിഭാഗങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. മെത്രാന്മാർ, വൈദികർ, ഡീക്കന്മാർ, അല്ലെങ്കിൽ സംസ്ഥാനന്മാർ, ഡീക്കന്മാർ. ഈ 3 അത് തിരുപ്പട്ടം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെത്രാൻ പട്ടം ലഭിക്കുന്നു, അല്ല മെത്രാഭിഷേകം, വൈദിക പട്ടം, അതുപോലെ സംസ്ഥാന പട്ടം, ഡീക്കൻ പട്ടം. ഈ 3 പദവിയിലുള്ള പട്ടങ്ങൾ സ്വീകരിക്കുന്ന അവരാണ് സഭയുടെ ഒരു ഹൈറാർക്കി. അത് ആരാധനാക്രമപരമായ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട്, അധികാരമായിട്ട് അനുഷ്ഠിക്കാനുള്ള ഒരു അധികാരമാണ്, ഒരു ആത്മീയ അധികാരമാണത്. അതാണ് ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഹൈറാർക്കി. ഭരണാധികാരം അവിടെ ഭരണാധികാരമാണ്. അത് മാർപ്പാപ്പായുടെ കീഴിൽ മെത്രാന്മാർ ഉൾക്കൊള്ളുന്ന സഭയുടെ ആ സംവിധാനമാണ്. ഇപ്പം മാർപ്പാപ്പ ഏറ്റവും പരമോന്നത അധികാരി, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണല്ലോ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തോട് വിധേയത്വം പുലർത്തിക്കൊണ്ടുള്ള മെത്രാന്മാർ, മെത്രാൻ പട്ടത്തിലൂടെ ലഭിക്കുന്നത്. അപ്പം അവിടെ ഒരു ഭരണാധികാരം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രദേശത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മേൽ ഭരണാധികാരം നൽകപ്പെടുകയായിരുന്നത്. ഇതാണ് ഈ ഹൈറാർക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഈ സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഈ 2ാമത്തെ അർത്ഥത്തിലാണ്. മാർപ്പാപ്പായുടെ അധികാരത്തിന് കീഴിൽ മെത്രാന്മാർ ഒക്കെ അവർക്ക് ഏറെക്കൊരു സ്വയംഭരണാധികാരം കിട്ടുകയാണ് ഇത്. വികാരി അപ്പസ്തോലിക ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വയംഭരണാധികാരമില്ല അവസരത്തിൽ. കാരണം എപ്പോഴും മാർപ്പാപ്പയുടെ ഡെലഗേറ്റാണ്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഭരണം നടത്തുകയായി. പക്ഷേ രൂപതാ തലത്തിലേക്ക് വരികയും മെത്രാന്മാർ ആ ഒരു ഓർഡിനറി പവറാണ്, സാധാരണ അതൊരു സ്വതന്ത്രമായ ഒരു പദവിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഇതിൽ ഒരു പ്രോവിൻസ് ആകുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. അങ്ങനെ ഈ 4 വികാരിയത്തുകളിൽ
ഒരെണ്ണം ഒരു മെത്രാപ്പൊലിത്തൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതാണ് ഇവിടെ എറണാകുളം മെത്രാപ്പൊലിത്തൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നത്. അവിടുത്തെ എറണാകുളം ഇതിലുള്ള മെത്രാപ്പൊലിത്തൻ അല്ലെങ്കിൽ അതിരൂപത, ആ അതിരൂപതയുടെ തലവൻ മെത്രാപ്പൊലിത്ത എന്ന് അറിയപ്പെടുന്നു. ആ രീതിയിൽ എറണാകുളം മെത്രാപ്പൊലിത്തൻ ഈ ആസ്ഥാനമായി തീരുകയും അവിടുത്തെ ആ മെത്രാപ്പൊലിത്ത എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മെത്രാപ്പോലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ മെത്രാൻ എന്നുള്ള അർത്ഥത്തില്ല. മെത്രാപ്പൊലിത്ത, പോലീസ് എന്ന് പറഞ്ഞാൽ നഗരം എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ മെത്രാനെയാണ് മെത്രാപ്പൊലിത്ത എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ എറണാകുളം ആസ്ഥാനമാവുകയും അവിടുത്തെ മെത്രാപ്പൊലിത്ത സ്ഥാനം ഏൽക്കുകയും അതിൻ്റെ കീഴിൽ ആ പ്രോവിൻസിൽപ്പെട്ട മറ്റ് 3 രൂപതകളും അതിൻ്റെ സാമന്ത രൂപതകൾ എന്ന് പറയും, സഫ്രഗൻ ഡയോസസ്, എപ്പാർക്കീസ്, അങ്ങനെ 3 രൂപതകൾ. അങ്ങനെ എറണാകുളം മെത്രാപ്പൊലിത്തൻ ആസ്ഥാനമായി അതിൻ്റെ കീഴിലെ 3 രൂപതകൾ, അത് ചങ്ങനാശ്ശേരിയും തൃശ്ശൂരും കോട്ടയവും. അതാണ് ഈ ഹൈറാർക്കിയുടെ അർത്ഥമാകുന്നത്. പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ആസ്ഥാനമാക്കി സിറോ മലബാർ സഭയ്ക്ക് ഒരു ഹൈറാർക്കി സ്ഥാപിതമാവുകയാണ്. അപ്പോൾ ചരിത്രപരമായ ഒരു സംശയം ഉണ്ടാകുന്നത്, ഈ ലത്തീനീകരണത്തിന് മുമ്പ് ഇന്ത്യയിലെ മാർത്തോമാ നസ്രാണികൾക്ക് ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്ന അജപാലന അധികാരം അത് പുനഃസ്ഥാപിക്കപ്പെടുകയാണോ ചെയ്തത്, അതോ ഈ ഹൈറാർക്കി സ്ഥാപനത്തിലൂടെ ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയാണോ ഉണ്ടായത്? നേരത്തെ ഉണ്ടായിരുന്ന മെത്രാപ്പൊലിത്തൻ പദവി നമ്മുടെ സഭ സിറോ മലബാർ സഭ അല്ലെങ്കിൽ സെന്റ് തോമസ് ക്രിസ്ത്യൻ സഭ, സിറോ മലബാർ എന്നുള്ള പേര് പിന്നീട് ഈ അടുത്ത് വരുന്നതാണ്. അപ്പോൾ മാർത്തോമാ നസ്രാണികളുടെ ഈ പുരാതനമായ സഭയ്ക്ക് മെത്രാപ്പൊലിത്തൻ പദവി നേരത്തെ കിട്ടിയിരുന്നു. അത് കൽദായ പത്രികീസ് അനുവദിച്ച് നൽകിയ ഒരു പദവിയാണ്. കാരണം ആ പത്രികീസിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിലായിരുന്നല്ലോ ഇവിടുത്തെ സഭയിൽ നിന്നിരുന്നത്. അപ്പോൾ ഏതാണ്ട് 7-ാം നൂറ്റാണ്ടോടുകൂടി ഈ പദവി ലഭിച്ചു എന്നാണ് പറയും, മെത്രാപ്പൊലിത്തൻ പദവി. അതായത് അന്നുണ്ടായിരുന്ന മെത്രാപ്പൊലിത്തൻ സഭകളിലെ ഏതാണ്ട് 10-ാം സ്ഥാനമോ മറ്റോ ആണ്. ഏതാണ്ട് 100-200-ലധികം രൂപതകളുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. 10-15 മെത്രാപ്പൊലിത്തൻ സഭകളുണ്ടായിരുന്നു. അവയിൽ ഏതാണ്ട് 10-ാം സ്ഥാനം ഇന്ത്യയിലെ സഭയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അന്നത്തെ മെത്രാപ്പൊലിത്തൻ പദവി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും അധികാരമുള്ള ഒരു പദവിയായിരുന്നു. ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പൊലിത്ത, അഖിലേന്ത്യയുടെയും മെത്രാപ്പൊലിത്ത എന്നാണ് ആ മെത്രാപ്പൊലിത്ത അറിയപ്പെട്ടിരുന്നത്. അതായത് അതേപ്പറ്റിയുള്ള രേഖകളിൽ പറയുന്നുണ്ട്, ഇന്ത്യയും പ്രാന്തപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഇന്ത്യൻ സഭ, ആ സഭയുടെ മുഴുവൻ അധികാരമുണ്ടായിരുന്നു ഈ മെത്രാപ്പൊലിത്തായ്ക്ക്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മെത്രാപ്പൊലിത്തൻ സഭയായിരുന്നു നമ്മുടെ ഈ മാർത്തോമാ നസ്രാണികളുടെ ഈ സഭ. അതിൻ്റെ ആധ്യാത്മിക പിതാവെന്ന നിലയിൽ കൽദായ പത്രികീസ് നേതൃത്വം നൽകി. അതേസമയം അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഇവിടെ നാട്ടുകാരനായ ഒരു വൈദിക പ്രമുഖനായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആർച്ച് അർക്കദിയാക്കോൻ ആർച്ച് ഡീക്കൻ എന്ന രീതിയിലാണ്. വൈദികയിൽ ഒരു പ്രമുഖനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹമുള്ള ഭരണപരമായ കാര്യങ്ങളുടെ തലവൻ അദ്ദേഹമായിരുന്നു. അപ്പോൾ അതേസമയം ഈ മെത്രാപ്പൊലിത്ത അന്നത്തെ പത്രികീസ് അതേസമയം മെത്രാപ്പൊലിത്ത പത്രികീസ് അയക്കുന്ന ഉത്തരവില്ല. അദ്ദേഹത്തിന് ആധ്യാത്മികമായ അധികാരം, പട്ടം കൊടുക്കുക, അങ്ങനെയുള്ള മഹന്മീയമായ അധികാരം, അതുപോലെ തന്നെ സഭയുടെ പൈതൃകം സംരക്ഷിക്കുക, റീത്തിൻ്റെ സംരക്ഷണം, അതേക്കുറിച്ച് പ്രബോധനം നൽകുക, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മെത്രാപ്പൊലിത്തായുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്ന് വിചാരിച്ച് ഭൗതിക കാര്യങ്ങളിൽ ഒട്ടും ഇടപെട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും പ്രധാനമായിട്ട് ഈ ആത്മീയ നേതൃത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതേസമയം ഭൗതിക കാര്യങ്ങളിൽ, ആത്മീയ ഈ ഭരണപരമായ കാര്യങ്ങളിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ആർച്ച് ഡീക്കനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദവിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ മെത്രാപ്പൊലിത്തൻ പദവി എന്ന് പറയുന്നത് വളരെ പരിമിതമായി. കാരണം അത് കേരളത്തിൽ മാത്രം ഒതുക്കപ്പെട്ടിരുന്ന ഒരു പദവിയാണ്. അത് മാത്രമല്ല, കേരളം മുഴുവനും ഇല്ലതാനും, കേരളത്തിലെ തന്നെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട്. കാരണം ഇന്ത്യയിലെ സഭയെ ഈ പോർട്ടുഗീസ് ഭരണത്തിന് കീഴിലെ
4 ലത്തീൻ രൂപതകളായിട്ട് വിഭജിക്കുകയായിരുന്നു. 4 രൂപതകളായിട്ട് വിഭജിച്ചു. അതിൽ ഒരു രൂപതയിൽ ആയിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികളുണ്ടായിരുന്നത്. അത് കേരളത്തിൻ്റെ പ്രദേശത്ത് ഒതുങ്ങി നിന്നതാണ്. അതുകൊണ്ട് വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രമായിട്ടാണ് ഈ പുതിയ സംവിധാനത്തിൽ ഈ മെത്രാപ്പൊലീത്തൻ പദവി വന്നിരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ഏതാണ്ട് ഒരു 0.5% മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പുതിയ മെത്രാപ്പൊലീത്തൻ മെത്രാപ്പൊലീത്തൻ്റെ കീഴിൽ. അത്രമാത്രം അത് പരിമിതപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായ ഒരു സ്വയം ഭരണാധികാരം തന്നെയായിരുന്നു. ഞാൻ പഴയ മെത്രാപ്പൊലീത്തയ്ക്ക് സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു വസ്തുതയിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു അധികാരം ഇല്ല. ഒരു പ്രോവിൻസ് മെത്രാപ്പൊലീത്തയ്ക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മാർപ്പാപ്പയുടെ കീഴിൽ ആ തരത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. അതാണ് വ്യത്യാസം. പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൗരസ്ത്യ സുറിയാനി ഹൈറാർക്കി സ്ഥാപിതമാവുമ്പോൾ മുൻപുണ്ടായിരുന്ന മാർത്തോമാ നസ്രാണികളുടെ അജപാലന അധികാരം അത് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ വളരെ പരിമിതമാക്കപ്പെടുകയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആ ഒരു പരിമിതമാക്കപ്പെടൽ സംഭവിച്ചത്? പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലും മാർത്തോമാ നസ്രാണികൾ അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു വേർതിരിവും വിഭജനവും സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അത് സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമായി എന്ന് പറഞ്ഞാൽ 1600 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഇന്ത്യയുടെ മേൽ പത്രുവാദോ ലത്തീൻ അധികാരം ഏർപ്പെടുത്തപ്പെട്ടത്. അതിനുശേഷം നമ്മുടെ ഈ സഭ ആ ലത്തീൻ അധികാരത്തിന് കീഴിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം പോയി. പിന്നെ ക്രമേണ ഈ പത്രുവാദം എന്ന് പറഞ്ഞാൽ പോർട്ടുഗീസ് രാജാവിൻ്റെ അധികാരം, ഇന്ത്യയുടെ മേലുള്ള പോർട്ടുഗീസ് രാജാവിൻ്റെ അധികാരം, ഈ സഭയുടെ മേലുള്ള അധികാരം, ആ അധികാരത്തിന് കീഴിൽ ഇന്ത്യയെ 4 രൂപതകളായിട്ട് വിഭജിച്ചു. ആ 4 രൂപതകൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഉണ്ടായ ലത്തീൻ രൂപത അത് ഗോവയാണ്, പിന്നെ കൊച്ചി, പിന്നെ മൈലാപ്പൂർ, പിന്നെ അങ്കമാലി. ഇങ്ങനെ ഈ 4 രൂപതകളായിട്ട് ഇന്ത്യയെ വിഭജിച്ചു. അപ്പം ലത്തീൻ സഭയുടെ സംവിധാനമാണത്, ഇങ്ങനെ രൂപതകളായിട്ട് തിരിക്കുക എന്ന് പറയുന്നത്. അപ്പം 4 രൂപതകളാകുമ്പോൾ ഒരു രൂപതയ്ക്ക് മറ്റു രൂപതയുടെ ഉള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് അതിർത്തി നിർണ്ണയിക്കുകയാണ്. ഈ അങ്കമാലി രൂപതയിലായിരുന്നു മാർത്തോമാ നസ്രാണികൾ. അപ്പം അതിൻ്റെ അതിർത്തി നിർണ്ണയിച്ചു. ബാക്കിയുള്ളത് കൊച്ചിയുണ്ട്, പിന്നെ ഗോവയുണ്ട്, മൈലാപ്പൂരുണ്ട്, ഇങ്ങനെ 4 രൂപതകൾ. ഇനി ഈ അങ്കമാലി രൂപത അപ്പം അങ്ങനെ അതിന് സിറോ മലബാർ സഭ എന്നുള്ള പേരും ഇതിനോടുകൂടി ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മാർത്തോമാ നസ്രാണികൾക്ക് അവരുടേതായ സ്വന്തം പ്രീത്ത് അനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം. ഈ രൂപതയുടെ പരിധി എന്ന് പറയുന്നത് ഭാരതപ്പുഴയ്ക്കും പമ്പയ്ക്കും ഇടയ്ക്കായിട്ട് പരിമിതപ്പെടുത്തപ്പെടുകയാണ്. അത് പിന്നെ സഭയുടെ അധികാരത്തിൽ അങ്ങ് ചെയ്തു. അതാണ് ഇന്നിപ്പോൾ നമ്മളൊരു പുതിയ രൂപത ഉണ്ടാകുമ്പോൾ ആ രൂപതയ്ക്ക് അതിർത്തി നിർണ്ണയിക്കുമല്ലോ. ഒരു രൂപത വിഭജിച്ച് മറ്റു രൂപത ഉണ്ടാകുമ്പോൾ അത് അതിർത്തി നിർണ്ണയിക്കും, മറ്റു രൂപതകളുമായിട്ട് അതിർത്തി നിർണ്ണയിക്കും എന്ന് പറഞ്ഞതുപോലെ അന്ന് അതുവരെ മാർത്തോമാ നസ്രാണികൾക്കുണ്ടായിരുന്ന അഖിലേന്ത്യാ പദവി ഇതോടെ നഷ്ടപ്പെട്ടു. അവരെ ഒരു രൂപതയിൽ തന്നെ ഒതുക്കി. കാരണം നേരത്തെ ഇവിടെ വേറെ രൂപതകളൊന്നുമില്ല. ഇവിടെ ലത്തീൻ സഭയില്ല. ഇവിടെ ഈ മാർത്തോമാ നസ്രാണികളുടെ സഭ മാത്രമേ ഉള്ളൂ. 16-ാം നൂറ്റാണ്ടിലാണല്ലോ ലത്തീൻകാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, പാശ്ചാത്യ തുറമ്പർ ഇവിടെ വരുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ലത്തീൻ സഭ. അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ലത്തീൻ രൂപത ഗോവ, അങ്ങനെ വന്നതാണ്. പിന്നീട് ഇവിടുത്തെ മാർത്തോമാ നസ്രാണികളുടെ മേൽ ലത്തീൻ അധികാരം ഏർപ്പെടുത്തപ്പെട്ടപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗം എന്നതുപോലെ ഇത് കരുതപ്പെട്ടു. അപ്പം നമ്മളെ ലത്തീൻ സഭയുടെ ഭാഗമായി മാറി. നമ്മുടെ സഭാത്മകമായ വ്യക്തിത്വവും അതിൻ്റെ തനിമയുമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. ആ അവസ്ഥയാണ്. അതുകൊണ്ട് ലത്തീൻ രൂപതയുടെ ഒരു ഭാഗം പോലെ അങ്ങനെയാണ് രൂപത ഉണ്ടായത്. അതിൻ്റെ പരിമിതിയുടെ അർത്ഥം. മാർത്തോമാ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്നതാണ് 923 സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപനം. പക്ഷേ ഈ ഹൈറാർക്കി സ്ഥാപിതമാകുമ്പോൾ പിതാവ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് മുമ്പുണ്ടായിരുന്ന ആ അജപാലന പരിധിയും ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്ന അജപാലന അധികാരവും ഒക്കെ ചുരുക്കപ്പെടുകയാണ് ഉണ്ടായെന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കേരളത്തിൽ പോലും മുഴുവൻ സ്ഥലങ്ങളിലില്ലാതെ കേരളത്തിൽ പോലും ചുരുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇന്ത്യ ലത്തീൻ ഭരണത്തിന് കീഴിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന
നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ സഭയും ലത്തീൻ മഠത്തിന് കീഴിലായിപ്പോയി. ഇവിടെ ഇപ്പോൾ ലത്തീൻ രൂപതകളും ഉണ്ടായിക്കഴിഞ്ഞു. ഗോവ ഉണ്ടായി, കൊച്ചി ഉണ്ടായി, ലത്തീൻ രൂപതകൾ. ഈ രൂപതകൾ ഉണ്ടായപ്പോൾ ആ രൂപതയുടെ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അതിർത്തി ഉണ്ടല്ലോ. അത് ആ അതിർത്തി ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ഭാഗത്താണ് നമ്മുടെ മലബാർ വിശ്വാസികളെ ഉൾപ്പെടുത്തി രൂപത സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ലത്തീൻ രീതി അനുസരിച്ച് വിഭജിക്കുക. അങ്ങനെ കേരളത്തിൽ വേറെ കൊച്ചി രൂപതയുണ്ട്, അത് ലത്തീൻ രൂപതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കൊച്ചി രൂപതയ്ക്ക് ഉള്ളിൽ ഈ രൂപത ഉണ്ടാകാൻ പാടില്ല. ഇത് അങ്കമാലി എന്ന പേരിലാണ് നമ്മുടെ മലബാർ സഭയുടെ ആ രൂപത അറിയപ്പെടുന്നത് നമ്മുടെ. അപ്പോൾ ഇവിടെ പുതിയ വികാരിയാത്ത് ഉണ്ടായപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 2 വികാരിയാത്തുകളുണ്ടല്ലോ, ആ വികാരിയാത്തുകളുടെ വിസ്തൃതി മാത്രമേ കൽപ്പിക്കപ്പെട്ടുള്ളൂ. അപ്പം അത് വാസ്തവത്തിൽ കേരളത്തിൽ ഭാരതപ്പുഴയ്ക്കും പമ്പയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശത്തായിട്ടാണ് അത് പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് മാത്രമേ ഇപ്പം പുതിയ സംവിധാനത്തിലും ഈ പുതിയ മെത്രാപ്പൊലിറ്റൻ സഭയായി ഉയർത്തപ്പെട്ട നമ്മുടെ സർവ്വ മലബാർ സഭയ്ക്കും അധികാരം പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നു. അതാണ് സംഭവിച്ചത്. എന്ന് ലത്തീൻ സഭയുടെ ഭാഗമായി ലത്തീൻ സഭയിലെ ഒരു രൂപത എന്നതുപോലെ കണക്കാക്കപ്പെട്ടു. അതുകൊണ്ട് അതിന് അധികാരപരിധി കൽപ്പിക്കപ്പെട്ടു. സാധാരണ ഒരു രൂപതയ്ക്ക് വിഭജിക്കുമ്പോൾ അതിനെ അതിർത്തി നിർണ്ണയിക്കുന്നത് പോലെ ഈ രൂപതകൾക്ക് അതിർത്തി നിർണ്ണയിച്ചു. അത് ഇതിനുള്ളിൽ മുംബൈക്കും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കായിട്ടുള്ള പ്രദേശത്ത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുഴുവൻ വ്യാപ്തി നഷ്ടപ്പെട്ടു പോയി. അത് ആ ഇന്ത്യയുടെ ഏതാണ്ട് ഒരു 0.5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പുതുതായിട്ട് ലഭിച്ച നമ്മുടെ സിറോ മലബാർ സഭയുടെ ഈ അധികാര വ്യാപ്തി ഇന്ത്യയുടെ ഏതാണ്ട് 200-1 0.5% വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അതാണ് സംഭവിച്ചത്. പിതാവ്, ഈ രൂപതകളുടെ വിഭജനവും അതിലൊരു രൂപതയായി അങ്കമാലി രൂപതയും സിറോ മലബാർ സഭയും ഒതുക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഭയിൽ തീക്ഷ്ണതയുള്ള ഒരുപാട് മിഷണറിമാർ, വൈദികരും സന്യസ്തരും അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അതിനോടകം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങളും. അതുപോലെ ആ ഒരു സാഹചര്യത്തിൽ സിറോ മലബാർ സഭയുടെ സ്വന്തം തനിമയിലും പാരമ്പര്യത്തിലും അവർക്ക് വിശ്വാസികളെ വളർത്തുവാനും അവരുടെ ആരാധനക്രമം അനുഷ്ഠിക്കാനും കഴിയാതെ പോയൊരു സാഹചര്യം ഉണ്ടായില്ല ഈ പുതിയ തീരുമാനം വന്നപ്പോൾ. ഇത് വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്കാണോ അതോ അതിൻ്റെ തളർച്ചയ്ക്കാണോ കാരണമായത്? വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 രൂപതകൾ നമുക്കുണ്ടായി, മെത്രാപ്പൊലിത്തൻ പദവി ലഭിച്ചു. എങ്കിൽ തന്നെയും അതിൻ്റെ വിസ്തൃതിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് നേരത്തെ ഒതുക്കപ്പെട്ടിരുന്നല്ലോ, നേരത്തെ വികാരിയായിട്ട് സ്ഥാപിച്ചപ്പോൾ തന്നെ പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ അതിനുള്ളിൽ തന്നെയായിരുന്നു ഈ 4 രൂപതകളും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പരിമിതമായ സ്ഥലത്താണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിന് പുറത്തുപോയി സ്വന്തം റീത്ത്, അപ്പോൾ ഈ ഭൂപരിധിക്ക് പുറത്തുപോയി സ്വന്തം റീത്തനുസരിച്ച് ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കുവാനോ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. പക്ഷേ നമ്മുടെ സഭയ്ക്ക് ധാരാളമായിട്ട് മിഷണറിമാരുണ്ടായിരുന്നു, വൈദികർ, ദൈവവിളി ഉണ്ടായിരുന്നു. 100 കണക്കിന് 1000-കണക്കിന് മിഷണറിമാർ നമ്മുടെ സഭയിൽ നിന്ന് ജന്മം കൊണ്ടു. അവർ പക്ഷേ സ്വന്തം സഭയോട് ചേർന്ന് സ്വന്തം സഭയുടെ അധികാരത്തിന് കീഴിൽ സ്വന്തം റീത്തനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ അവർ ലത്തീൻ രൂപതകളിലേക്ക് പോവുകയും അത് ലത്തീൻ സന്യാസ സമൂഹങ്ങളിൽ ചേരുകയും അങ്ങനെ ലത്തീൻ സഭയ്ക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ ലത്തീൻ സഭയെ വളർത്തി എന്നുള്ളത് സത്യമാണ്. അതേസമയം സിറോ മലബാർ സഭ ഇവിടെ തന്നെ പരിമിതപ്പെടുത്തപ്പെട്ടു. അതിന് സ്വന്തമായിട്ട് വളർന്ന് വികസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ഈ സിറോ മലബാർ സഭയിലെ മിഷണറിമാരായിട്ടുള്ള വൈദികരും മറ്റും ലത്തീൻ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ സിറോ മലബാർ സഭയിൽ നിന്ന് ലത്തീൻ സഭയിൽ നേതൃത്വം കൊടുക്കുന്ന ധാരാളം മിത്രന്മാരുണ്ടായി, വൈദികരുണ്ടായി, സന്യാസികളുണ്ടായി. അങ്ങനെ ലത്തീൻ സഭയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു പങ്ക് ഇന്ത്യയിൽ വഹിച്ചിട്ടുള്ളത് സിറോ മലബാർ സഭയുടെ ആ പ്രേക്ഷിത സഹായത്താലാണ്. ഇതിന് യാതൊരു സംശയമില്ല.
നമ്മുടെ സഭയ്ക്ക് വളരാൻ സാധിച്ചില്ല. സിറോ മലബാർ സഭയുടെ ഹൈറാർക്കി സ്ഥാപനവും അതിനെ തുടർന്നുണ്ടായ സഭയുടെ വളർച്ചയും മാറ്റങ്ങളെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ അഭിമന്യ പിതാവ് നമ്മോട് സംസാരിച്ചത്. അടുത്ത എപ്പിസോഡിൽ ഈ ഹൈറാർക്കി സ്ഥാപനത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.